ഹലോ ഗൈസ്, ഞാനും ഏച്ചിയും കൂടി ഹെയർ കളറിങ്ങിന് പോയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഗ്രാവിറ്റി ഫാമിലി സലൂണിലായിരുന്നു ഞങ്ങൾ പോയത്. ആദ്യം തന്നെ ഓക്ക് മുടി വെട്ടണം, ഹെയർ കളർ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് പോയത്. അങ്ങനെ അവിടെ ഇരുന്നു കളറൊക്കെ സെലക്ട് ചെയ്തു. ആളെ കുളിയും നനയും വെട്ടലൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവളുടെ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോഴേക്ക് അവിടുത്തെ ഓഫർ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്കും ഒന്ന് കളർ ചെയ്യാം. അങ്ങനെ ഞാനും ഒരു കളർ അങ്ങോട്ട് സെലക്ട് ചെയ്തു. ഞാനും അങ്ങോട്ട് ഇരുന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെ മെല്ലെ എൻ്റെ മുടിയും അതുപോലെ തന്നെ പാർട്ടീഷനൊക്കെ ചെയ്തിട്ട് ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വീഡിയോൻ്റെ അകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അറഞ്ചും പുറഞ്ചും കളറടിക്കലും പരിപാടികളൊക്കെ തുടങ്ങി. ഞാൻ അങ്ങോട്ട് അടങ്ങിയിരുന്ന് കൊടുത്തു. കുറച്ച് നേരം കളറടിച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ അവിടെ ചെയറിലിരുത്തി ആ ഏട്ടൻ പോയി. പിന്നെ അങ്ങോട്ട് തലയൊക്കെ വാഷാക്കി തോർത്തി തരലും ഡ്രൈ ചെയ്യലും നമ്മളങ്ങോട്ട് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി സർവീസ്. വാഷാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെ പോയി ഈശ്വര, എൻ്റെ കളറൊന്നും കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ ഒരു പറഞ്ഞു എന്നോട് എന്തായാലും ഡ്രൈ ആയി സെറ്റ് ചെയ്യുമ്പോൾ കളർ നല്ല വൃത്തിക്ക് കാണുന്നു. പക്ഷേ ട്വിസ്റ്റ് ഇതാണ് ഗൈസ്, ഞാൻ സെലക്ട് ചെയ്ത കളർ ഏകദേശം എൻ്റെ മുടിയായിട്ട് സെയിം മാച്ചായിട്ട് പോകുന്ന കളറായിപ്പോയി. അപ്പോൾ കളർ ചെയ്തത് കാണണമെങ്കിൽ സൂക്ഷിച്ച് നോക്കേണ്ട അവസ്ഥയാണ്. ദൂരെ നിന്ന് പെട്ടെന്ന് നോക്കുന്ന സമയത്തൊന്നും മനസ്സിലാവില്ല. അങ്ങനെ സെറ്റിംഗ് സ്പ്രേ ഒക്കെ വെച്ചിട്ട് ഒരു സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വലിയ തരക്കേടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ അടങ്ങിയിരുന്ന് കൊടുത്തിട്ട് ഓരിങ്ങനെ തലയൊക്കെ മസാജ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ടേനി. അങ്ങനെ എൻ്റെ കട്ടിങ്ങും കളറിങ്ങും ഒക്കെ കഴിഞ്ഞു. കളർ കാണുന്നൊന്നുമില്ല, എന്നാലും ഒരു സമാധാനത്തിൽ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓള കട്ടിങ്ങും കളറിങ്ങും ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ രണ്ടാളും ഒരേ കളറാട്ടോ അടിച്ചത്. പക്ഷെ എന്നേക്കാൾ നല്ല വൃത്തിക്ക് ഓള കളർ അറിയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. കുറേ നേരമായി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കയറിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേക്ക് വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കുടിക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.